ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങൾ മരണപ്പെട്ടവർ അറിയുന്നുണ്ട്. അതിനും തെളിവുകൾ കാണാം. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹുവും ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും പരസ്പരം ദീനിന്റെ പേരിൽ സഹോദരന്മാരാണ്. ഖാല സഅബ് ലിഔഫ്, സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു ഔഫ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞു, നമ്മളിൽ ആര് ആദ്യം മരിച്ചാലും മരണപ്പെട്ടവരുടെ അവസ്ഥ അറിയാൻ ജീവിച്ചിരിക്കുന്ന ആൾക്കൊരവസരം കിട്ടാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അഖീ അയ്യുനാ മാത ഖബല സ്വാഹിബിഹി, നമ്മളിൽ ആരെങ്കിലും ഒരാൾ ആദ്യം മരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടായാൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് മരണപ്പെട്ട ആളുടെ അവസ്ഥയൊന്നറിയാൻ അവസരം വേണം. അതിനുവേണ്ടി അവർ ദുആ ചെയ്തു. ഫമാത സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു വഫാതായി. ഫറആഹു ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കിനാവിൽ കാണുകയാണ്. ചോദിച്ചു, എങ്ങനെയൊക്കെയുണ്ട്? കുറെ പ്രയാസഘട്ടങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ റാഹത്താണ്. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് അത് കണ്ടില്ലേ, നിങ്ങളുടെ പെരടിയിൽ നിങ്ങളുടെ പെരടിയിൽ എന്താണ് ഒരു കറുത്ത ഒരടയാളം കാണുന്നത്? അതെന്താണ്? പറഞ്ഞു, ഞാനൊരു ജൂതന്റെ കയ്യിൽ നിന്ന് 10 ദീനാർ വാങ്ങിയിരുന്നു. ഞാനത് വീടാൻ കഴിഞ്ഞില്ല. അതെന്റെ വീട്ടിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ചു, അല്ല സഅബേ, എന്തൊക്കെയുണ്ട് വിശേഷം? സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നൊരു പൂച്ച മരിച്ചുപോയി. അതുപോലെ തന്നെ കുറെ ദിവസമായി എന്റെ വീട്ടിലുള്ള പൂച്ച മരിച്ചുപോയി. അതുപോലെ തന്നെ 6 ദിവസം കഴിയുമ്പോൾ എന്റെ മോള് മരിച്ചുപോകും. ഇതെല്ലാം സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹു എന്ന വഫാത്തായ മഹാൻ ജീവിച്ചിരിക്കുന്ന ഔഫ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഔഫ് ബിൻ മാലിക് തങ്ങൾ സഅബ് ബിൻ ജുസാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ എവിടെങ്കിലും ഒരു 10 ദീനാർ പ്രത്യേകം കരുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി. അത് കണ്ടുപിടിച്ചു. കൊടുക്കേണ്ടയാൾക്ക് കൊടുത്തു. വീട്ടുകാരോട് ചോദിച്ചു, ഇവിടെ എന്തുണ്ട് വിശേഷം? ഞങ്ങൾ വലിയ വാത്സല്യത്തോടെ വളർത്തിയ പൂച്ച മരിച്ചുപോയി. അപ്പോഴുണ്ട് മുറ്റത്തിരുന്ന് കളിക്കുന്നു മകൾ. മകളോട് പറഞ്ഞു, മോളെ, നിന്റെ സമയം അടുത്തുപോയി. 6 ദിവസം കഴിഞ്ഞപ്പോൾ അതാ ആ മകൾ മരണപ്പെട്ടുപോയി. അഥവാ വഫാത്തായി പോയ മഹാൻ ജീവിച്ചിരിക്കുന്ന മഹാനോട് പറഞ്ഞത് വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാർ, ഉമ്മമാർ, നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്. നല്ലത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്, അരുതാത്തത് കാണുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ അവരറിയുന്നുണ്ട്. വേറെയും ഉദാഹരണങ്ങളുണ്ട്. സമയം പോരാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു മഹാനവർകൾ 40 കൊല്ലം അനസ് ബിൻ മാലിക് തങ്ങളുടെ കൂടെ ജീവിച്ച മഹാനാണ്. മഹാനവർകളെ കൊണ്ടുപോയി ഖബറടക്കി. ഖബറടക്കം കഴിഞ്ഞ് അതാ മേൽ മണ്ണിങ്ങനെ മൂടുകയാണ്. അങ്ങനെ മൂടുന്ന നേരത്ത് ഒരു മൂടുകല്ലങ്ങ് വീണുപോയി. ആ മൂടുകല്ലങ്ങ് വീണുപോയപ്പോൾ അറിയുമോ, മഹാന്മാരായ ആളുകൾ ഖബറിന്റെ മേലെ മണ്ണ് ശരിപ്പെടുത്തുകയാണ്. മൂടുകല്ലെന്ന് വീണുപോയപ്പോൾ അവര് ഖബറിലേക്ക് നോക്കിയപ്പോൾ നിന്ന് നിസ്കരിക്കുകയാണ്. ആര്? സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിക്കുകയാണ് ഖബറിൽ. വേഗം ഖബറൊക്കെ മൂടി റെഡിയാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് മകളോട് ചോദിച്ചു, മോളെ, മാക്കാന ഹാലു അബീകി, മോളെ വാപ്പന്റെ ജീവിതം എങ്ങനെയായിരുന്നു?
അപ്പോൾ മോള് ചോദിച്ചു, എന്തേ നിങ്ങള് കബറടക്കിയിട്ട് ഉടനെ വന്നിങ്ങനെ ചോദിക്കണത്, എന്തെങ്കിലും കാര്യം പറഞ്ഞു. അപ്പോൾ മഹദി അവர்கள் പറഞ്ഞു, എന്റെ ഉപ്പ പതിറ്റാണ്ടുകളായി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്. അത്താഴ സമയമായാൽ അഥവാ വെളുപ്പാൻ കാലമായാൽ ഇടയത്താഴം നമ്മുടെ നാട്ടിൽ പറയും. ആ താഴ സമയമായാൽ അല്ലാഹുവോട് ദുആരക്കും, اللهم إن كنت أعطيت أحدا من خلقك الصلاة في قبره فأعطنيها. അല്ലാഹുവേ, നീ ആർക്കെങ്കിലും ഖബറിൽ നിസ്കരിക്കാൻ അവസരം നൽകുന്നുണ്ടെങ്കിൽ എനിക്ക് നൽകണേ. മാ കാന അല്ലാഹു ലിയറുദ്ദ അലിക ദുആ, ആ ദുആ അല്ലാഹു തട്ടാനിടയില്ല. എന്റെ ഉപ്പ ദിവസേന രാവുകൾക്കോളം നിസ്കരിച്ച് അള്ളാഹിനോട് ചോദിക്കും, ഖബറിൽ നിസ്കരിക്കാൻ ഒരവസരം വേണമെന്ന്. അങ്ങനെ ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ടാണ് ഖബറിൽ നിസ്കരിക്കുന്നത്. സൽക്കർമ്മം ചെയ്യുന്നവർ ഖബറിൽ അത് അനുഭവിക്കുകയാണ്. തെറ്റു ചെയ്യുന്നവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ 2 ഖബറിൽ ശിക്ഷയാണ്. നബി തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, വായുഅദബാനി, 2 ആളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. 2 പേരും ശിക്ഷിക്കപ്പെടുന്നത് ബിയസീർ, ചെറിയ കാര്യങ്ങൾക്കാണ്. അവിടെ ഇമാം നബവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ എഴുതിയില്ലേ, അവരുടെ ദൃഷ്ടിയിൽ ചെറിയ കാര്യമാണ്. ഒരാൾ നമീമത്ത് അഥവാ ഏഷണി കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞു കുലുമാലുണ്ടാക്കുന്ന ആളായിരുന്നു. രണ്ടാമത്തെയാൾ മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും വാർന്നു പോകുന്നത് കാത്തു നിൽക്കാതെ അതാ എഴുന്നേറ്റ് പോകുന്ന ആളായിരുന്നു. ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, എല്ലാവരും എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അടുത്തേക്ക് നിന്നാൽ ഒരു വലിയ സംഭവം ചുരുക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആർക്കാം. മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. എത്ര വലിയ ആളാണെങ്കിലും ശരി. അതാ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതിയില്ലേ, ഇമാം ഖൽയൂബി റളിയല്ലാഹു അൻഹു നവാദിറിൽ എഴുതിയില്ലേ, എന്താണ്? അതാ ബഹുമാനപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വരികയാണ്. ആ വരുന്ന നേരത്തോ മദീനത്തെ ഖബറിൽ നിന്നൊരു നിലവിളിയാണ്, യാ റസൂലല്ലാഹ് അൽ അമാൻ അൽ അമാൻ അൽ അമാൻ, യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ്. ഓ തങ്ങളെ, ഒന്ന് കാക്കണേ തങ്ങളെ, ഖബറിൽ ശിക്ഷയാണ്, ഒന്ന് കാക്കണേ തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങളോട് പറഞ്ഞു, മദീനത്തിറങ്ങിയിട്ട് ജനങ്ങളോട് പറയണം, അതാ എല്ലാവരും അവരുടെ ബന്ധുക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് വരാൻ. ഈ ഖബർ ആരുടേതാണെന്ന് തിരിച്ചറിയാനാണ്. അങ്ങനെ എല്ലാവരും വന്നു. ഈ ഖബറിന്റെ അടുക്കൽ ആരും വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരു ഉമ്മ വരുന്നുണ്ട്. ഇരുന്നും നടന്നും കുഴഞ്ഞു വരുന്നൊരു ഉമ്മയാണ്. ഈ ഖബറിന്റെ അടുക്ക വന്നപ്പോ ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? ഇതെന്റെ കരളിന്റെ കഷ്ണമായ മോന്റെ ഖബറാണ്. ഉമ്മാക്ക് പൊരുത്തമുണ്ടായിരുന്നോ ഈ മകൻ മരിക്കുന്ന സമയത്ത്? എല്ലാം എനിക്ക് പൊരുത്തമാണ്. പക്ഷേ ഒരു ദിവസം അവൻ മദ്യപിച്ചിട്ട് വന്ന് എന്നെ തല്ലിയിട്ടുണ്ട്. അതെനിക്ക് പൊരുത്തപ്പെടാനാവൂല.
കാരണം ഞാൻ അങ്ങനെ ആറ്റുനൂറ്റ് പോറ്റിയ മകനാണ്. ഉമ്മ ഒന്ന് പുറത്തു കൊടുക്കുക മകന്. ഇല്ല തങ്ങളെ ഞാൻ വിട്ടുകൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട്, ഉപ്പയേക്കാൾ വലിയ സ്നേഹമാണ് നമ്മളോട്. തങ്ങൾ പിന്നെയും പറഞ്ഞു. അപ്പോഴും ആ ഉമ്മ കേട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഉമ്മ ഈ ഖബറിന്റെ അടുക്കലൊന്നും ഇരുന്നേ. ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിലവിളി കേൾക്കുകയാണ്, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ് അന്നാറു മിൻ ഫൗഖി വമിൻ തഹ്തി വഅൻ യമീനി വഅൻ ശിമാലി. സൈനുദ്ദീൻ മഖ്ദൂബ് തങ്ങൾ ഫൈലുൽ ഹാഫിദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഈ സംഭവം അറിയുമോ സഹോദരന്മാരെ? അതാ ഖബറാളി നിലവിളിക്കുകയാണ്, കരയുകയാണ്. ഉടനെ ആ ഉമ്മാനെ കേൾപ്പിച്ചു കൊടുത്തു നബി തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട്. ആ ഉമ്മ അത് കേട്ട് കഴിയുമ്പോ മകന് പുറത്തു കൊടുത്തു, വിട്ടുവീഴ്ച ചെയ്യുകയാണ്. നബി തങ്ങൾ ആ കരച്ചിൽ കേട്ടതുകൊണ്ട് ഉമ്മാനെ വിളിച്ചു വരുത്തിയതാണ്. ആ കേട്ട റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ആ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ്. ഉടനെ ഖബറിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു, ജസാക്കല്ലാഹു യാ റസൂലല്ലാഹി. ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. എന്റെ ശിക്ഷ നീങ്ങിപ്പോയി. ചെറുപ്പക്കാരെ, അതുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തക്കേട് വാങ്ങരുത്, ഉപ്പാന്റെ പൊരുത്തക്കേട് വാങ്ങരുത്, ഉസ്താദുമാരുടെ പൊരുത്തക്കേട് വാങ്ങരുത്. പ്രായമുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറണം. എല്ലാവരോടും നല്ല വിനയമുള്ളവരാകണം. തഖ്വയോടെ ജീവിക്കണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം ഖളാക്കരുത്. മദ്യപിക്കുന്നവരാകരുത്. മദ്യപിക്കുന്നവരോട് ചങ്ങാത്തം അരുത്. പലിശയിൽ പോകരുത്. പലിശയിൽ കുടുങ്ങിയവരത് വേഗം ഒഴിവാക്കിക്കൊള്ളണം. ഉമ്മപെങ്ങന്മാര് ചെറിയൊരു കടം വന്നാൽ ഉടനെ മാലയും എടുത്ത് ബാങ്കേഴ്സിലേക്ക് ഓടുകയാണ്, പലിശയ്ക്ക് പണം വാങ്ങുകയാണ്. ഇന്നാലില്ലാ. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് തഖ്വയോടെ ജീവിക്കണം. ഞാനും യാത്രയാകേണ്ടതാണ്, നിങ്ങളും പോകേണ്ടതാണ്. ഇത് സ്ഥിരതാമസത്തിനുള്ള വീടല്ല, നാടല്ല. ജല്ല ജലാലായ റബ്ബിനെ ഭയക്കണം. ഏകാന്തതയിൽ നിന്ന് ഉടമസ്ഥനെ വിളിക്കണം. അല്ലാഹ് എന്ന് വിളിക്കുന്ന നേരത്ത് റബ്ബിലേക്ക് ഖൽബ് വരണം. അല്ലാഹ് എന്ന ചിന്തയിലായി ജീവിക്കണം. എല്ലാം തരുന്നത് അവനാണ്. അവൻ തരുന്നത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ചെയ്യുന്ന കാര്യം അവന്റെ അടുക്കൽ തെറ്റാകരുത്. വേറെ ആരോപണങ്ങളിൽ ബേജാറില്ല. എല്ലാം അറിയുന്ന റബ്ബിന്റെ അടുക്കൽ കുറ്റവാളിയാകരുത്. ആളുകൾ പറയുന്നതിൽ ബേജാറില്ല. തെറ്റ് റബ്ബിന്റെ മുമ്പിൽ വന്നു പോകാൻ പാടില്ല. തഖ്വയോടെ ജീവിക്കണം. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. എന്റെ ഉമ്മപെങ്ങന്മാരെ, നിസ്കാരത്തിൽ വീഴ്ച വരുത്തരുത്. നിസ്കാരം ഖളാക്കരുത്. ഔറത്ത് മറക്കാതെ നടക്കരുത്. മാന്യമായി വസ്ത്രധാരണം നടത്തണം. മക്കളെ ദീൻ പഠിപ്പിക്കണം. മക്കൾ നിസ്കാരം ഖളാക്കുന്നവരാകരുത്. അവരെ സുബഹ്